ഈ 2 ദിവസം കേന്ദ്ര സർക്കാർ പ്രസന്റ് ചെയ്ത രീതിയെ എങ്ങനെയാണ് ഇത് സൂക്ഷ്മമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ? നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ആദ്യം ഹർജിക്കാരോട് കോടതി ചോദിച്ച ചോദ്യങ്ങൾ, അതിനുശേഷം തുഷാർ മേത്ത സോളിസിറ്റർ ജനറലിനോട് ചോദിച്ച ചോദ്യങ്ങൾ, ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നല്ലോ, അതിൻ്റെ മറുപടിയും നിരീക്ഷിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഇത് പ്രസന്റ് ചെയ്ത രീതി, ഇതിനെ ഡിഫെൻഡ് ചെയ്ത രീതി, അത് അത്രത്തോളം കോൺഫിഡൻസോടുകൂടിയാണോ അവരിതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ ഒറ്റ കാര്യത്തോട് ചോദിക്കാം. ഇന്നിപ്പോൾ SG വന്ന് കോടതിയിൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 10,000-കണക്കിന് പരാതി കിട്ടി, അതിൻ്റെ ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ നിയമ ഭേദഗതിക്ക് ശ്രമിച്ചത് എന്ന് കോടതി മനസ്സിലാക്കണം. ഗ്രാമങ്ങളിലടക്കം ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ വഖഫാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സോളിസിറ്റർ ജനറൽ വാക്കാൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സാധൂകരിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ട് കൊടുക്കണ്ടേ? ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്തോ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളിൽ? അല്ല, ഞാൻ പറഞ്ഞത് ഇതൊന്നും ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ചാലഞ്ചിന് കൊണ്ടു കൊടുക്കേണ്ട എവിഡൻസസ് അല്ല. അത് നിങ്ങൾ ഇവിടെ ഒരുപാട് ഗ്രീവൻസസ് റേസ് ചെയ്യപ്പെടുന്നു, ഒരുപാട് വഖഫ് ഭൂമികൾ അനാവശ്യമായി എല്ലാ ഭൂമിയും വഖഫാണെന്ന് പറയുന്നു എന്നൊക്കെ ആണെന്നിരിക്കട്ടെ, അവർ പറഞ്ഞ് ശരിയാണെന്നിരിക്കട്ടെ. ശരിയാണെങ്കിൽ പോലും അതിന് അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ട മൊമെന്റ്, ആ ഡാറ്റ കൊണ്ടുവരേണ്ടത് ഇനിഷ്യലി ഇതിന്റെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ തന്നെ ഡാറ്റ വേണം. അതിനുശേഷം JPCയിൽ പോകുമ്പോൾ അതിന്റെ ഡാറ്റ വേണം. വെറുതെ അങ്ങോട്ട് ബ്ലഫ് ചെയ്യാന്ന് പറഞ്ഞാല് ഒറിജിനൽ അവരുടെ പൊളിറ്റിക്സിൽ, അതായത് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്സിന്റെ ബേസിസ് തന്നെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ചില കാര്യങ്ങൾ പറയുക, അത് പ്രചരിപ്പിക്കുക, ജനങ്ങളുടെ ഇടയിൽ ഡിവിസീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് ചെയ്യുന്ന രീതി, അതേ പണി പാർലമെന്റ് നടത്തി അതിനുശേഷം കോടതിയിലും അത് പറയുന്നു എന്ന് പറഞ്ഞാൽ വിതൗട്ട് എനി എവിഡൻസ് എങ്ങനെയാണ് അവർ പറയുന്നത് എനിക്കറിയില്ല. കോടതിയിൽ അത് പറയാൻ കാണിക്കുന്ന ധൈര്യത്തെ എനിക്ക് ഭീതിയോടെയാണ് കാണിക്കുന്നത്. കോടതി അവർ അത്രേ പരിഗണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഇത്രയും വലിയ കോൺഫിഡൻസിന്റെ റീസൺ എന്ന് ഞാൻ പേടിക്കുന്നു. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർച്ചർ എന്നുള്ള നിലയ്ക്കും ഐ ഫീൽ ടോട്ടലി അഫ്രേഡ് ഓഫ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സോളിസിറ്റർ ജനറൽ മിസ്റ്റർ തുഷാർ മേത്ത.